പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവകൃപയാൽ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും അവൻ തരുന്നതിനാൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. അല്പനേരത്തെ ചിന്തിക്കാനായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം വലിയ വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് നമുക്കത് അളക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും അൺഫെയ്ത്ത്ഫുള്ളായപ്പോഴും അവിശ്വസ്തരായപ്പോഴും അവൻ വിശ്വസ്തനായി പാർത്തു എന്നുള്ളത് അവനെ സ്തുതിപ്പാൻ തക്കവണ്ണം കാരണമല്ലേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് 66-ാം സങ്കീർത്തനത്തിനകത്ത് പലവിധ കഷ്ടങ്ങളിൽ കൂടി പോയിട്ടും സങ്കീർത്തനക്കാരൻ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 66:20 ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ലവ് ക്രിസ്തുവേശുവിലൂടെ നമ്മോട് അവനുണ്ട്. യേശു കർത്താവ് ഒബീഡിയൻ്റ് ആയിരുന്നു. അവന് സഹിക്കാവുന്നതൊക്കെ, ഹാൻഡിൽ ചെയ്യാവുന്നതൊക്കെ അവൻ ഹാൻഡിൽ ചെയ്തു. ഇന്ന് നമുക്ക് വേണ്ടി അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. എത്ര സമാധാനവും സന്തോഷവും ഉറപ്പും നമുക്ക് തരുന്ന കാര്യമാണ് അല്ലേ? ഹല്ലേലൂയ. പലപ്പോഴും ആങ്സൈറ്റി നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് നമ്മളെ അങ്ങ് ഭരിക്കുവാൻ തുടങ്ങും അല്ലേ? നമ്മുടെ കൺസേൺസൊക്കെ പലപ്പോഴും ലെജിറ്റിമേറ്റ് ആയി പോയാൽ പോലും പ്രൈസ് ഗോഡ് നമുക്ക്, അതായത് നമുക്ക് റെൻറ്റ് കൊടുക്കാനായിട്ട്, ഫുഡ് മേടിക്കാനായിട്ട് പണം അല്ലേ, അത് നമുക്ക് എല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ പല കറ്റാസ്ട്രോഫീസ് ഭാവിയിൽ ഇങ്ങനായിത്തീരുമോ അങ്ങനായിത്തീരുമോ എന്നൊക്കെ ഉള്ളത് ചിന്തിച്ച്, അതായത് വെറുതെ അർത്ഥമില്ലാതെ ചിന്തിച്ച് കൂട്ടി ദിവസങ്ങൾ വറിയടിച്ച് ജീവിക്കുന്ന അനേകരെ നാം കാണാറില്ലേ? ഒരിക്കൽ പോലും സംഭവിക്കത്തില്ല അങ്ങനെ, പക്ഷേ അത് സംഭവിക്കുന്ന അങ്ങനെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ എന്തുവാ നമ്മളിലുണ്ടാകുന്നത്? ഞാൻ പറയാം, നമുക്ക് വേണ്ടി തന്നെ നാം ഇമോഷണൽ വിൽഡർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി ഒന്നുമല്ല. നമ്മൾ യെശയ്യാ പ്രവചനം 35-ാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നാമും ഇതിൽ കൂടിയൊക്കെ ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ടുള്ളവരാണല്ലോ എന്ന്. ഞാൻ 2 വാക്യം മാത്രം നിങ്ങളോട് പറയാം. യെശയ്യാവ് 35:1. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പന്നീർ പുഷ്പം പോലെ പൂക്കും. 4-ാമത്തെ വാക്യം വായിക്കട്ടെ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യെശയ്യാവിന് മനസ്സിലായി, പ്രൈസ് ഗോഡ്, എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്. അവൻ തന്നെ അങ്ങ് പ്രൊക്ലെയിം ചെയ്യുക, ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് തൻ്റെ ജനത്തെ കൊണ്ടുവരും, മരുഭൂമിയിൽ നിന്ന് അവരെ പുറത്ത് അവരുടെ നാട്ടിലേക്ക് ദൈവം കൊണ്ടുവരും. ദൈവമക്കളെ, ആങ്സൈറ്റിക്ക് ഒരു ഉത്തരമുണ്ട്, നമ്മുടെ വേദനയ്ക്ക് ഒരു ഉത്തരമുണ്ട്, നമ്മുടെ ആധിക്ക് ഒരു ഉത്തരമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ഒരു പ്രോഫറ്റിക് സർട്ടനിറ്റിയാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് എന്താണ് സത്യമെന്നുള്ളത് അറിയാം. ഇതെല്ലാം യഹോവയുടെ വാക്കുകളല്ലേ? പ്രൈസ് ഗോഡ്. യേശു കർത്താവും ഹല്ലേലൂയ ആങ്സൈറ്റിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിനായിട്ട് തീരുവാൻ തക്കോണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? എങ്കിൽ പൂർണ്ണ തൃപ്തിയോടെ ജീവിപ്പാൻ തക്കോണം ദൈവം ജീവിതത്തിൽ അവസരം ഒരുക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം
12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്തു തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡ്യശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിൽ തൻ്റെ നീളത്തിൽ 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ കുഞ്ഞാ വറിയടിക്കുന്നത്? ഹല്ലേലൂയ. നിനക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യം ഹല്ലേലൂയ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നോർത്ത് നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഓർത്തുകൊള്ളണമേ, എല്ലാ കാര്യത്തിലും നീ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ആ ദൈവം നിന്നെ ഒരു കാലത്തും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവനാ ദൈവം. പ്രൈസ് ഗോഡ്. പലപ്പോഴും ട്രയൽസ് വരുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ദൈവം ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മുടെ അടുത്ത് വരും. പ്രൈസ് ഗോഡ്. പക്ഷേ മനുഷ്യ രീതിയിൽ നമ്മളൊക്കെ പലപ്പോഴും എറർ വരുത്തുന്നവരാ അല്ലേ? പക്ഷേ അതിൽ നിന്നും ദൈവം നന്മ കൊണ്ടുവരും. നമുക്ക് എൽക്കാനയുടെയും ഹന്നായുടെയും കാര്യം അറിയാവുന്നത് അല്ലേ? ഹല്ലേലൂയ. എൽക്കാന വാസ് പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ് അല്ലേ? ഹല്ലേലൂയ. എന്തുവായിരുന്നു തൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്? 1 ശമൂവേൽ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, എഫ്രൈം മലനാട്ടിലെ രമഥയും സോഫീമിൽ എൽക്കാന എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഏലിഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകനായിരുന്നു. ഏലിഹു എഫ്രൈമിനായ സൂഫിൻ്റെ മകനായ തോഫിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവൻ യാഗം കഴിപ്പാനും തൻ്റെ പാളയത്തിൽ നാണ്ടുതോറും ശീലോവിലേക്ക് പോക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹോംനിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, തനിക്ക് 2 ഭാര്യയെ താൻ വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഹന്നയും പെനീനയും തമ്മിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ. എന്നാൽ ഹല്ലേലൂയ തന്നെത്താൻ അങ്ങ് ന്യായീകരിക്കും. എങ്ങനെ പറഞ്ഞാൽ ന്യായീകരിക്കുന്നത്? ഹന്നയെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് ഇരട്ടി ഓഹരി കൊണ്ടുപോയി അന്നയ്ക്ക് കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ എൽക്കാന എത്ര ജനറോസിറ്റി ഹന്നയ്ക്ക് കാണിച്ചാലും ഹന്ന ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എൽക്കാന കൊടുത്തതൊന്നും ഹന്നയ്ക്ക് തൃപ്തി കൊടുത്തില്ല, ബിക്കോസ് ഓഫ് ഹർ ബാരനസ്. ആ സമയത്ത് പ്രൈസ് ഗോഡ്, നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അതൊരു ശാപമായിട്ട് കാണുന്നൊരു കാലഘട്ടമായിരുന്നു. ഹന്ന തൻ്റെ ഡിസ്ട്രസ്സിൽ ദൈവസന്നിധിയിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു. നിങ്ങൾ 1 ശമൂവേൽ 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ അതിനുവേണ്ടി സമയം കളയുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഹന്നയെ കണ്ടപ്പോൾ പ്രൈസ് ഗോഡ്, ഹന്ന ലഹരി പിടിച്ചിരിക്കുവാണെന്ന് പുരോഹിതന് പോലും തോന്നി. അപ്പോൾ തനിക്ക് അല്ലെങ്കിൽ അനുകൂലമായിട്ട് ആരെയും താൻ അവിടെ കാണാതെ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം ഹന്നയുടെ ആ സിൻസിയറിറ്റി റെക്കഗ്നൈസ് ചെയ്ത് ഒരു കുഞ്ഞിനെ കൊടുത്തു. അവനൊരു വലിയ പ്രവാചകനായി മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ പ്രവചനങ്ങളൊന്നും നിഷ്ഫലമായില്ല എന്ന് വായിക്കുന്നു. ഹന്ന ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. നിങ്ങൾ ഹല്ലേലൂയ വേദപുസ്തകം വായിക്കുമ്പോൾ 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തനിക്ക് ദാനം കിട്ടിയ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മാനിച്ച് താൻ പാട്ടുപാടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെ നോക്കുമ്പോൾ മേരിയും മറിയയും പാട്ടുപാടുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിന് വേണ്ടിയുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും. അതുകൊണ്ട് വറിയടിച്ചു പോകരുതേ. ഏത് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാലും അവിടെ നിനക്ക് വേണ്ട ഒരു പ്രൊവിഡൻഷ്യൽ
പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഫ്രെയിം വർക്ക്. അത് നാം വിശ്വസിക്കണം. കർത്താവ് അതിശയകരമായിട്ട് നമ്മെ നടത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലന് 1-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യാക്കോബ് 1, 2, 3, 4. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവൻ കൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തനായി പാർക്കുന്ന കർത്താവിനായി സ്തോത്രം. ഞങ്ങളുടെ അവിശ്വസ്തതകളെയൊക്കെ നീ പൊറുക്കുമാറാകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തെറ്റുകൾ വരുത്താതെ വണ്ണം വിശുദ്ധിയുടെ പാതയിൽ കൂടെ നടക്കുവാൻ ഗുണം. ജീവിതത്തിൽ ഉറപ്പുള്ള പാറമേൽ നീ ഞങ്ങളെ നിർത്തുമാറാകണം. ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് നീ തരുമാറാകണം. യഹോവ നല്ലവൻ നിർവഹിച്ചറിഞ്ഞ് മുന്നോട്ട് ചെയ്യുവാൻ ഗുണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണം. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.